വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറക്കുന്നതിൽ നിന്ന് ജില്ലാ വരണാധികാരി പിന്മാറി. സിഇഒ ഓഫീസിന്റെ ഇടപെടലിന് പിന്നാലെയാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശയത്തിന്റെ നിഴലിലാക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. നടപടിക്ക് പിന്നിൽ സംശയമുണ്ടെന്ന് UDF സ്ഥാനാർത്ഥിയെ തങ്കപ്പൻ മീഡിയ വണിനോട് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VP സഫ്വാൻ, പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ എന്നിവർ ചേരുകയാണ്. സഫ്വാനിലേക്ക്. സഫ്വാൻ, ഈ വോട്ടെടുപ്പിന് പിന്നാലെ പേരാമ്പ്രയിൽ മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന ആരോപണം UDFന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ നെന്മാറയിലെ മെറ്റീരിയൽ റൂം തുറക്കേണ്ടതില്ല എന്ന നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്? അതെ ദിവ്യ, ഇത്തരം നടപടികളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. ഇപ്പോൾ നെന്മാറയിൽ ഓഫീസ് തുറക്കേണ്ടതില്ല, ഇതൊരു വലിയ വാർത്തയായ പശ്ചാത്തലത്തിൽ, വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഇത് ഓഫീസ് തുറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന് മുമ്പ് ജില്ലാ കളക്ടർ അല്പം മുമ്പാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ CEO ഓഫീസറിൻ്റെ ഇടപെടൽ മൂലമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം വാർത്തകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൃപ്തിയുണ്ട്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അതൃപ്തിയുണ്ട്. ഈ നെന്മാറയിലാണെങ്കിലും പേരാമ്പ്രയിലാണെങ്കിലും ഒക്കെ വിഷയമെന്ന് പറയുന്നത് നിസാര കാര്യങ്ങൾ പറഞ്ഞാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ റൂമും തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാരണങ്ങളുണ്ട്. ഡയറി മറന്നു വെച്ചു, ചില രേഖകൾ എടുക്കാനുണ്ട് എന്നൊക്കെ തരത്തിലുള്ള നിസാര കാരണങ്ങൾ പറഞ്ഞുണ്ടാകുന്ന ഇത്തരം വിവാദങ്ങളിലേക്ക് പോകരുത് എന്നാണ് ജില്ലാ കളക്ടർമാർ അടക്കമുള്ള ആളുകൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് ഇന്നലെ സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടിയിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഏതായാലും ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്. മെറ്റീരിയൽ റൂമാണ് തുടങ്ങിയത്. രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാരെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ മെറ്റീരിയൽ റൂം തുടങ്ങിയത്. ഇത് സംബന്ധിച്ചൊരു വീഴ്ചയില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ നെന്മാറയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നത്. പക്ഷേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിക്കൂട്ടിലാക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം നടപടികളിൽ പരമാവധി ഒഴിവാക്കണമെന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ CEO ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനെ ആലോചിച്ച് തീരുമാനമെടുക്കണം, അത്യാവശ്യമല്ലെങ്കിൽ CEO ഓഫീസുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് CEO ഓഫീസിൽ നിന്ന് നമുക്ക് ഏതായാലും അനൗദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പരാതികളൊക്കെ ഉയർന്നൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്ന നടപടികൾ നിരന്തരം ഉണ്ടാകുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് അതൃപ്തിയുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ദിവ്യ, അതാണ്, ചട്ടങ്ങൾ പാലിച്ച് തന്നെയാണ് മെറ്റീരിയൽ റൂം തുറക്കാൻ പോകുന്നത് എങ്കിൽ കൂടിയും അത് സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം നീക്കങ്ങൾ വേണ്ട എന്ന കർശനമായ നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. എന്തായാലും